ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെ തൈര് കടഞ്ഞ് എങ്ങനെയാണ് വെണ്ണ എടുക്കുന്നത് എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും മാർക്കറ്റിൽ നിന്നാണ് ബട്ടറും അതുപോലെ നെയ്യും ഒക്കെ വാങ്ങുന്നത്. ഏതളവിലും അവൈലബിൾ ആണ്. 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ എല്ലാ അളവിലും ബട്ടറും അവൈലബിൾ ആണ്. ആവശ്യാനുസരണം പോയി വാങ്ങുകയാണ് പതിവ്. പക്ഷെ വീട്ടിൽ തൈര് കടഞ്ഞെടുക്കുന്ന വെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് വീട്ടിൽ കടഞ്ഞെടുക്കുന്ന വെണ്ണ. എന്റെ ചിറ്റയാണ്, ഞാൻ എപ്പോഴും എന്റെ കൂടെ എപ്പോഴും വീഡിയോയിൽ വരാറുണ്ട്. ചിറ്റമ്മയാണ് ഇത് പറഞ്ഞു തന്നത്. ശുദ്ധമായ വെണ്ണ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായി നമുക്ക് പാൽ തിളപ്പിക്കാം. പാലിപ്പോൾ തിളച്ചു. 3 മിനിറ്റോളം തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല പാലാണെങ്കിൽ 2-3 മിനിറ്റ് കൂടുതൽ തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായി തിളച്ചു. 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് ഓഫ് ചെയ്യാം. പാൽ തണുത്ത് കഴിഞ്ഞ് പാടയെടുക്കാം. തിളപ്പിച്ച പാൽ നന്നായി തണുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഡേ 1 ഓഫ് പാടയെടുക്കലാണ്. ഇനി പാട അരിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് പാൽ അരിക്കാം. പാട കണ്ടോ? തവി കൊണ്ട് ഇളക്കിയാൽ പെട്ടെന്ന് അരിക്കാൻ പറ്റും. പാട നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കാം. വെള്ളത്തിന്റെ അംശമൊന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള കുപ്പിയിലേക്ക് പാട മാറ്റണം. ഈ പാടയിലേക്ക് കുറച്ച് മോരോ തൈരോ ഒഴിച്ചു വെക്കണം. പുളിയുള്ള മോരോ തൈരോ ആകുന്നതാണ് നല്ലത്. ഇവിടെ സാധാരണ പുളിയില്ലാത്ത മോരോ തൈരോ ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്, അതാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനായിട്ട് കുറച്ച് പുളിയുള്ള തൈരാണ് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ തൈര് കടഞ്ഞെടുത്ത് ആ കിട്ടുന്ന മോര് കൊണ്ട് നമുക്ക് പുളിശ്ശേരിയോ എന്തെങ്കിലും മോരൊഴിച്ച് കറിയോ ഉണ്ടാക്കാമല്ലോ. പാട ഒഴിച്ച് വെക്കുന്നത് കൊണ്ട് ഉറ കൂടാൻ എളുപ്പം കുറച്ച് പുളിയുള്ള മോരോ തൈരോ തന്നെയാണ്. തൈര് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തൈരോ മോരോ ആണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. പാടയുടെ കൂടെ ഒരുപാട് ഒഴിക്കണ്ട. ഇളക്കി വെക്കാം. ഇങ്ങനെ ഉറ ഒഴിച്ച് 4-5 മണിക്കൂർ ഇരുന്നൊന്ന് ഉറ കൂട്ടണം. ഉറ കൂടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. ഉറയൊഴിച്ച് ഉടനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. രാത്രിയാണ് ഇങ്ങനെ പാടയെടുത്ത് ഉറ ഒഴിക്കുന്നതെങ്കിൽ രാവിലെ ഫ്രിഡ്ജിൽ വെക്കുക. അടപ്പ് ഒരുപാട് മുറുക്കി അടച്ചാൽ ഉറ കൂടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉറ കൂടി കഴിഞ്ഞിട്ട് മുറുക്കി അടച്ച് വെക്കാം. ഇന്നലെ രാത്രിയിൽ ഉറയൊഴിച്ചതാണ്. അപ്പോൾ നന്നായി ഉറ കൂടിയിട്ടുണ്ട്. ഇത് ഡേ 2 ഓഫ് പാടയെടുക്കലാണ്. അരിക്കാം. വെള്ളം ചേർക്കാത്ത നല്ല പാലാണെങ്കിൽ നിറയെ പാട കിട്ടും. മിൽമ പാലോ കവറ് പാലോ ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇത്രയും പാട കിട്ടാൻ. ഈ പാട ഈ ഒരു കട്ടോരിയിലേക്ക് എടുത്ത് ഉറ കൂടിയിട്ട് കുപ്പിയിലേക്ക് ആക്കാം. പുളിയുള്ള തൈര് ഒഴിക്കാം. ഇത് ലൂസായ തൈരാണ്, കട്ട തൈരല്ല. ആദ്യത്തെ ദിവസം ഒഴിച്ചതും കട്ട തൈരല്ല, ഇതുപോലെയുള്ള തൈരായിരുന്നു. ഇളക്കി വയ്ക്കുക. 5 മണിക്കൂർ കഴിഞ്ഞു. ഈ ഉറയും ശരിയായിട്ടുണ്ട്. 2 ദിവസത്തെ ഉറ പാട ഉറ ഒഴിച്ചത് ഒരുമിച്ച് ഒഴിക്കാം. ഇത് 2ാമത്തെ ദിവസം, 2 ദിവസത്തെയും കൂടിയുള്ള ഉറയാണ്. ഇവിടെ ഞാൻ 2 പാത്രത്തിലാണ് ഉറയൊഴിച്ചത്. ആദ്യം ഉറയൊഴിച്ചതിന് കൂടെ തന്നെ പിന്നെയും ഉറയൊഴിച്ച് ചേർത്തിട്ട് ഒരു ഉറ കൂടുന്ന സമയം 4-5 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. പ്രത്യേകം പാത്രത്തിൽ വേണമെന്നില്ല. ഇത് 4 ദിവസം പാട കളക്ട് ചെയ്ത് തൈരാക്കിയതാണ്. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പ്രത്യേകമായി കാണിക്കേണ്ടതുകൊണ്ട് എല്ലാം പ്രത്യേകം പാത്രത്തിലാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും 4 ദിവസത്തെ പാട കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇതും 3 ദിവസത്തെ തൈരാണ്. കുറച്ച് വലിയ കുപ്പിയിൽ ഒഴിച്ചു. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് തൈര് കടയുന്ന കടകോൽ. തടി കൊണ്ടുള്ള കടകോലാണ്. ഈ പാത്രത്തിലേക്ക് എല്ലാ തൈരും എടുത്ത് ഇനി വെണ്ണ എടുക്കാം. ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കരുതുക. തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് തൈര് കടയാൻ തുടങ്ങാം. തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു പ്ലേറ്റിന് പുറത്താണ് ഇത് വെക്കുന്നത്. അല്പം വെള്ളം ഒഴിക്കാം. എന്നാലും അത്യാവശ്യം തെറിക്കും. ശക്തിയായി ചെയ്യുമ്പോൾ കുറച്ചൊക്കെ തെറിക്കും പുറത്തേക്ക്. ഇടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. നന്നായി തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെണ്ണ നന്നായിട്ടായിട്ടുണ്ട്. കട്ടിയായി മോര് കിട്ടുവാൻ വെള്ളം ഇടയ്ക്ക് തളിച്ചു കൊടുത്താൽ മതിയാകും. ഈ കട്ടോരിയിലേക്ക് വെണ്ണ മാറ്റാം. കൈകൊണ്ട് വെണ്ണ കോരുന്നതാണ് മുഴുവൻ പോരാൻ എളുപ്പം. സ്പൂൺ കൊണ്ടൊക്കെ ആയാലും അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കും. പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി നീളമൊരു പാത്രത്തിലായിരുന്നു തൈര് കടയേണ്ടിയിരുന്നത്. വീഡിയോ എടുക്കുവാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ചെയ്തത്. വെണ്ണയിലുള്ള മോരിന്റെ അംശം ഇങ്ങനെ ഒന്ന് പതുക്കെ അമർത്തി ഇതിലേക്ക് തന്നെ ഒഴിക്കുക. എത്ര പാലുണ്ടോ അതിനനുസരിച്ച് തൈര് കടയുന്നതിന്റെ സമയം വ്യത്യാസപ്പെടും. 10 മിനിറ്റ് ഇന്നെടുത്തുള്ളൂ. നല്ല മോരും കിട്ടി. തൈര് കടഞ്ഞെടുത്ത ശുദ്ധമായ വെണ്ണ പല സ്റ്റേജസിലായി പാടയെടുത്ത് വെച്ച് ഉറയൊഴിക്കുന്നത് കാണിച്ചുവല്ലോ.
നല്ല പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ വെണ്ണ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക.